നിനക്കെന്നോട് എന്തെങ്കിലും പറയണ്ടോ നിവേദ്യ? എന്താ അത് പിന്നെ എനിക്ക് ഡോക്ടർ അഹണ്ട, പിന്നെ എനിക്കെല്ലാം ഇഷ്ടം. അതെന്താ നേരത്തെ പറയാഞ്ഞേ? നിവി തലകുനിച്ചിരുന്നു. ഓക്കെ ഫൈൻ, നാളെ തൊട്ട് പോകാൻ പഠിക്കാൻ. എനിക്ക് ഇഷ്ടമല്ല ഡോക്ടർ, എനിക്ക് പേടിയാ. ബട്ട് എനിക്കിഷ്ടമാ. നിവി അവനെ മുഖം കൂർപ്പിച്ച് നോക്കി. അവനൊന്നും മൈൻഡ് ചെയ്യാതെ എഴുന്നേറ്റു. വിഷ്ണു ജോലിക്ക് പോയി തുടങ്ങി. പക്ഷേ നിവേദ്യയെക്കുറിച്ച് ആരോട് വിളിച്ച് തിരക്കണമെന്നവന് ഒരെത്തും പിടിയുമില്ലായിരുന്നു. അവൻ്റെ മനസ്സിലൊരു നോവായിരുന്നു അവൾ. പക്ഷെ മാഹിയാകെ തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരുന്നു. അവന് നിവിയെ കണ്ടേ പറ്റൂ എന്നവൻ ഉറപ്പിച്ചു. അവളുടെ ജീവിതം നേരിട്ട് കണ്ടാലേ അവനൊരു സമാധാനമാകുമായിരുന്നുള്ളൂ. അവൻ ബാഗ് പാക്ക് ചെയ്തിറങ്ങി. ട്രാൻസ്ഫർ പേപ്പർ നോക്കി അവൻ പുഞ്ചിരിച്ചു. ഇനി നിവിയുടെ സ്ഥലത്താണ് ജോലി എന്നോർത്ത് അവൻ്റെ കണ്ണുകൾ തിളങ്ങി. രാവിലെ നിവിനെ ജോഗിന് പോകാൻ ഒരുങ്ങി. ധ്രുവിനെ കാണാത്തതുകൊണ്ട് മനസ്സിലായി ആള് താഴെ പോയെന്ന്. പതിവ് പോലെ ധ്രുവ് തന്നെ നവിക്ക് ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്നു. നിവി താഴേക്ക് ചെന്നപ്പോൾ മുഖം വലിച്ചിറക്കി ദക്ഷ സോഫയിലിരിപ്പുണ്ട്. നിവി അവളെ നോക്കി ചിരി കടിച്ച് പിടിച്ചു. ജോഗിന് പോകാൻ വേണ്ടി ധ്രുവ് കുത്തി എണീപ്പിറ്റതാണെന്ന് മനസ്സിലായി. നിവി ചിരി കടിച്ച് പിടിച്ചതിന് ദക്ഷയോട് ചോദിച്ചു, എന്തു പറ്റി ദക്ഷി? സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ ഓടാൻ വേണ്ടിയുള്ള കനവൊന്നും എനിക്കില്ല. എന്നോട് പറ, നിന്റെ ചേട്ടനോട് പോയി പറ. ചേട്ടനായി പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ധ്രുവിൻ്റെ ശബ്ദം കേട്ട് ദക്ഷി നിവി ഒരുപോലെ നോക്കി. അല്ലെങ്കിൽ എന്താ? ഞാൻ നിവിയോട് പറയുമായിരുന്നു എൻ്റെ ഏട്ടൻ തങ്കപ്പെട്ട മനുഷ്യനാണെന്ന്. ആണോ നിവി? അത് പിന്നെ അല്ല. ദക്ഷി അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. കണ്ടോ, എൻ്റെ ഭാര്യ എന്നോട് നുണ പറയില്ല. നിവി അവനെ മിഴിച്ചു നോക്കി. ദക്ഷയൊന്ന് മുഖം കൂർപ്പിച്ച് പുറത്തേക്കിറങ്ങി. പുറകെ നിവിയും അതിന് പുറകെ ധ്രുവും. പക്ഷെ എന്തോ ഓർത്തപ്പോലെ നിവി വേഗം അകത്തേക്ക് തിരിഞ്ഞോടി. വാട്ട് ഹാപ്പൻ? ഒന്നുമില്ല, അവൾ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞു. പക്ഷെ അത് കേട്ട് ദക്ഷിയും തിരിഞ്ഞു നോക്കി. എന്താ സംഭവം എന്നറിയാൻ അവനും അകത്തേക്ക് പോയി. നിവി ഓടിപ്പോയി അടക്കയിൽ നിൽക്കുന്ന ദേവിയമ്മയെ പുറകെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കവളിൽ ഉമ്മ കൊടുത്തു. പോയിട്ട് വരാവമ്മേ. ഇപ്പോൾ പതിവാണ്. അപ്പോഴാണ് മുഖം വീർപ്പിച്ച് നിൽക്കുന്ന പ്രിയയെ കണ്ടത്. നിവി മടിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ കവളിലും ഒരു ഉമ്മ കൊടുത്തു. പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, പോയിട്ട് വരാം. അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അവിടെ കവളിൽ തലോടി. എന്നിട്ട് വേഗം പോകാൻ തിരിഞ്ഞപ്പോഴാണ് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ധ്രുവിനെയും ദക്ഷയും കണ്ടത്. നിവി അവരെ ഇടിച്ചിട്ട് കൊണ്ട് പുറത്തേക്ക് ഓടി. എന്നിട്ട് ആളിൽ നിന്ന് ഉറക്കെ വിളിച്ചു, നിങ്ങളാരും വരുന്നില്ലേ? അവളുടെ ഉറക്കെയുള്ള ചോദ്യം കേട്ട് എല്ലാവരും ഒന്ന് മിഴിച്ചു നോക്കി. എങ്കിലും എല്ലാവരുടെയും മുഖത്ത് വളരെ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. മൂവരും പതിവ് പോലെ ജോഗിങ്ങിന് പോയി. പതിവ് പോലെ തന്നെ അർജുനും ആമിയും കണ്ടു. ആമി നിവിക്കൊപ്പം ഓടി. കൂടെ ദക്ഷിയുമുണ്ട്. തിരിച്ചു വന്നപ്പോൾ തന്നെ ധ്രുവിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. രണ്ടാളും വേഗം ഫ്രഷ് ആയി റെഡിയാകും. പോകുമ്പോൾ കോളേജിൽ ഞാനാക്കാം രണ്ടാളെയും. അത് കേട്ട് രണ്ടാളും സൂച്ചിട്ട പോലെ നിന്നു. പരസ്പരം നിസ്സഹായതയോടെ നോക്കി. ഡീം ആ ഒരു അലർച്ചയിൽ വീട് തന്നെ കുലുങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. നിവി അപ്പോഴേ മുകളിലോടി. ദക്ഷിയും ധ്രുവ് റൂമിലെത്തിയപ്പോൾ നിവി കുളിക്കാൻ കയറിയിരുന്നു. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി. അപ്പോഴേക്കും ധ്രുവ് കുളിക്കാൻ കയറി. ധ്രുവ് കുളിച്ച് വന്നപ്പോൾ നിവി അവൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയതാ അറിഞ്ഞോണം. വേഗം അവളുടെ പഴയ ബാഗിൽ നിന്നും എന്തോ ഒളിപ്പിച്ച് വെച്ചതുപോലെ ഫീൽ ചെയ്തു. ധ്രുവ് ഒന്ന് നെറ്റി ചുളിച്ചു. അപ്പോഴാണ് ദക്ഷയുടെ നിവി എന്ന രണ്ട് നീണ്ട വിളി കേട്ടത്. അവൾ വെപ്രാളത്തോടെ തന്നെ ബാഗ് സിബ് അടിച്ചിട്ട് ദക്ഷയുടെ അടുത്തേക്ക് പോയി. ധ്രുവ് സംശയത്തോടെ ആ ബാഗ് തുറന്ന് നോക്കി. അവനിലെ മുഖഭാവം മാറാൻ അധിക സമയം വേണ്ടിയിരുന്നില്ല. ഒരു നിമിഷം കൊണ്ട് തന്നെ അവൻ്റെ മുഖം ഒരു രാക്ഷസൻ്റെ പോലെയായിരുന്നു. അവൻ്റെ മുഖം ചുവന്നു തുടുത്തു. അവൻ ചുമരിലേക്ക് മുഷ്ടി ചുരുട്ടി ആഞ്ഞിടിച്ചു. നിവി തിരിച്ചു വന്നപ്പോൾ ധ്രുവിനെ കണ്ടില്ല. താഴെ പോയെന്ന് അവൾക്ക് മനസ്സിലായി. നിവി ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി താഴേക്ക് ചെന്നു. കണ്ണുകൾ ഐലൈനർ കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഒരു കുഞ്ഞി കറുത്ത പൊട്ട്. അതും രണ്ടും തന്നെ എന്തോ അവളുടെ മുഖത്തൊരു പ്രത്യേക ഭംഗി നൽകിയിരുന്നു. ഒരു കുഞ്ഞ് സ്റ്റഡ്, പിന്നെ താലിയും മാലയും, കയ്യിലൊരു വാച്ച്. അവൾ താഴെ ഇറങ്ങിയപ്പോൾ ധ്രുവ് അവിടെ ഉണ്ടായിരുന്നില്ല. ദക്ഷി നിവിയെ കഴിക്കാൻ വിളിച്ചടുത്തിരുത്തി. അവളുടെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ട് ദേവിയമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ധ്രുവമോൻ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അതെന്താ? അവനിപ്പോൾ വിശപ്പില്ലെന്ന്, ജ്യൂസ് മാത്രം കുടിച്ചു. നിവി അവരെ നോക്കി പുഞ്ചിരിച്ച് ആഹാരം കഴിച്ചു. ദക്ഷിയും നിവിയും പുറത്തേക്ക് ഇറങ്ങി. നിവിയുടെ തോളിൽ ഒരു ബാഗുണ്ട്. ദക്ഷി ഒരു ജീൻസ് പിന്നെ ടോപ്പാണ് വേഷം. അവളുടെ കയ്യിലും ബാഗുണ്ട്.
രണ്ടാളും ചെന്നപ്പോൾ ധ്രുവ് കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു. മുഖത്ത് നല്ല ദേഷ്യം കാണാം. ദക്ഷയും നിവിയും പരസ്പരം മുഖം ചുളിച്ചു നോക്കി. രണ്ടാളും ബാക്ക് സീറ്റിലിരുന്നു. ധ്രുവൊന്നും മിണ്ടാതെ ഗൗരവത്തിൽ തന്നെ ഇരുന്നു. വലതും ചോദിച്ചതിനെ പിടിച്ച് തിന്നാലോ എന്ന് പേടിച്ച് അവരും മിണ്ടാതെ ഇരുന്നു. പിന്നെ ജോലിക്കാരും എന്തേലും കൊണ്ടാകുമെന്ന് അവർ കരുതി. ധ്രുവിൻ്റെ വണ്ടി ലോ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിർത്തി. ദക്ഷി വണ്ടിയിൽ നിന്നിറങ്ങി. നിവി അനങ്ങിയില്ല. കാരണം താൻ പഠിക്കാൻ പോകുന്നത് മെഡിസിനല്ലേ എന്നോർത്ത്. ദക്ഷി ഇറങ്ങി നിവിയെ നോക്കി. നിവി അവൾക്ക് കൈവീശി കാണിച്ചു. ദക്ഷി അവളെ നോക്കി ചിരി കടിച്ചു പിടിച്ചു. ഗെറ്റ് ഔട്ട്! ധ്രുവിൻ്റെ അലർച്ച കേട്ട് നിവി വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങി. നിവി നന്നായി ഒന്ന് ഡോർ അടയ്ക്കുന്നതിന് മുന്നേ തന്നെ ധ്രുവ് വണ്ടി എടുത്തു. ഡോർ എന്തോ ഭാഗ്യത്തിന് അഴിഞ്ഞിരുന്നു. നിവി ദക്ഷിയെ നോക്കി. ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം കാണും. നീ വിട്. ഞാനെന്തിനിവിടെ? ഏട്ടൻ നിനക്കിവിടെ അഡ്മിഷൻ ഓക്കെ ആക്കി. രാവിലെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അതാരും പറയാഞ്ഞ്. പക്ഷേ ഏട്ടനിപ്പോൾ എന്താ പറ്റിയാവോ? നിവി അവിടെയെല്ലാം ഒന്ന് ചുറ്റി നോക്കി. മറ്റു കോളേജിനേക്കാൾ വ്യത്യാസം. തീർത്തും ശാന്തമായ അന്തരീക്ഷം. മരങ്ങൾ ഇരുവശത്തുമുണ്ട്. വളരെ വിശാലമായ ഗാർഡൻ, വെജിറ്റബിൾ ഗാർഡൻ. മറ്റൊരു സൈഡിൽ ചെന്ന് കയറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച വളരെ മനോഹരം. വൈകിട്ട് ധ്രുവ് വന്നപ്പോൾ നിവിയും ദക്ഷിയും TV കാണുന്നുണ്ടായിരുന്നു. പ്രിയ വന്നിട്ടില്ല. ദേവിയും അടുക്കളയിലാണെന്ന് മനസ്സിലായി അവന്. ധ്രുവ് ഹാളിൽ വന്നു. ദക്ഷി ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് പോയി. നിവിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. കാരണം ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ അവൻ വരുമ്പോൾ അവൾക്കായി കണ്ണുകൾ പരുതുന്നതും അവളെ കാണുമ്പോൾ ആ കണ്ണുകൾ തിളങ്ങുന്നതും അവളെന്നും ശ്രദ്ധിച്ചിരുന്നു. ദക്ഷി അവളുടെ തോളിൽ പിടിച്ചു. അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി. അവളൊന്ന് പുഞ്ചിരിച്ചതായി വരുത്തി. നിവി കോഫി എടുത്ത് ധ്രുവിനെ കൊടുക്കാൻ പോകാൻ നിന്നതും ധ്രുവ് തന്നെ താഴെ വന്നു. അവളുടെ കയ്യിലെ കോഫി വീടിച്ച് റൂമിലേക്ക് പോയി. അവളെ ഒന്ന് നോക്കിയത് കൂടിയില്ല. അപ്പോഴേക്കും മഹാദേവനും പ്രിയയും വന്നു. നിവി അവരോടൊപ്പം കുറച്ചു നേരം ഇരുന്നു. പക്ഷെ മനസ്സിലെന്തോ അടക്കാൻ പറ്റാത്ത വിങ്ങൽ പോലെ തോന്നി അവൾക്ക്. എല്ലാവരുടെയും അടുത്തുനിന്ന് മാറി ഒറ്റയ്ക്ക് കരയാൻ തോന്നി. കാരണം അത്രയ്ക്ക് വേദനയായിരുന്നു. അവൻ്റെ ആ ചെറിയ മാറ്റം പോലും അവൾക്ക്. ധ്രുവ് താഴേക്ക് ഇറങ്ങി വന്നു. നീ നേരത്തെ വന്നു ധ്രുവ്. ഇത് നേരത്തെ വരാൻ പറ്റി. അവൻ വന്ന് പ്രിയമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു. പ്രിയവൻ്റെ തലയിൽ തലോടി. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, എന്നെ ആർക്കും വേണ്ടല്ലോ. ഡിഡി, നീ ഇത്രയും നേരം ഇവിടെ ഇരിക്കല്ലായിരുന്നു. അപ്പോൾ നിനക്ക് കിടക്കായിരുന്നല്ലോ. ഞാൻ കിടക്കം വന്നപ്പോൾ ഏട്ടൻ വന്ന് കിടന്നേ. ദേവനെ, നുണ പറഞ്ഞാണ്ടല്ലോ ഉണ്ടക്കണ്ണ കുത്തിപ്പൊട്ടിക്കും ഞാൻ. അയ്യടാ, ഓടിവാ. ധ്രുവ് എഴുന്നേറ്റ് അവളുടെ ചെവിയിൽ പിഴച്ചു. ഔച്ച്, ചേട്ടാ വേദനിക്കുവാ, വിട്, അമ്മ വിടാൻ പറയേ. ധ്രുവ് കൈയെടുത്തിട്ട് ചിരിച്ചു. അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. അമ്മയുടെ അവളുടെ കള്ളത്തരം നോക്കിക്കേ. ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചതേ ഉള്ളൂ. ഡ്രാമക്കിനെ അഭിനയിച്ച് തകർത്തു. ദക്ഷിയൊന്ന് ഇളിച്ചു. അങ്ങനെ അവർ ഓരോന്ന് ചിരിച്ച് കളിച്ച് സംസാരിച്ചു. പക്ഷെ നിവിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞില്ല. അവൾക്ക് മനസ്സിലാകുന്നു അവളോട് മാത്രമാണ് ദേഷ്യവും പിണക്കവുമെന്ന്. എന്തോ അവിടെ അധിക പറ്റായിരിക്കുന്ന പോലെ. നിവി അവിടെ നിന്നും എണീറ്റു. മോളെവിടെ പോകുക? അമ്മേ, ഞാൻ താമസിച്ചില്ല ജോയിൻ ചെയ്ത്. ഒരുപാട് നോട്ട്സ് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പോയി എഴുതട്ടെ. ശരിയാ, ഒരുപാടുണ്ട്, നീ പോയി എഴുതിക്കോ. നിവി മുകളിലേക്ക് പോയി. പക്ഷെ പോകുന്ന വഴിയിൽ അത്രയും നേരം അവൾ പിടിച്ചടക്കിയ കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു. അവൾ വാഷ്റൂമിൽ കയറി. ഷവറിന് താഴെ നിന്ന് സ്വയം നനഞ്ഞുകൊണ്ട് കണ്ണുനീർ തുള്ളികളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടു. ധ്രുവ് വന്നപ്പോൾ നിവിയെ കണ്ടില്ല. ശബ്ദം കേട്ട് വാഷ്റൂമിലാണെന്ന് മനസ്സിലായി. കുറേ നേരം കഴിഞ്ഞു. നിവിയ നനഞ്ഞ വസ്ത്രത്തോടെ പുറത്തേക്കിറങ്ങി. അവളെ നോക്കി കൈകെട്ടി നിൽക്കുന്ന ധ്രുവിനെ അവൾ കണ്ടത് കൂടിയില്ല. കാരണം അവൾ മറ്റേതോ ലോകത്തായിരുന്നു. ഡി, ധ്രുവിൻ്റെ അലർച്ച കേട്ട് അവളൊന്ന് ഞെട്ടി. എന്താണിത്? അവൻ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. നിവി തിരിച്ചെന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. അപ്പോഴാണ് അവൾ തന്നെ സ്വയം ഓർക്കുന്നത്. അവൾ കാണിച്ചു കൂട്ടിയത്. ധ്രുവ് അവളുടെ അടുത്തേക്ക് വന്നു. നിവി പേടിച്ച് പുറകിലേക്ക് നടന്നു. ധ്രുവ് അവളുടെ അടുത്തേക്ക് വന്നതും അവൾ പുറകിലേക്ക് യാന്ത്രികമായി നടന്നു പോയി. ധ്രുവ് അവളുടെ അടുത്തായി വന്നു നിന്നു. നിവി വേഗം തലകുനിച്ചു. ടോപ്പിൽ കൈകൾ മുറുകെ പിടിച്ചു നിന്നു. എന്താണിത്? നീ എന്താ കുളിക്കാൻ നേരം തുണിയെടുക്കാൻ മറന്നു? അതോ കഴുകാൻ മടിച്ച് ഇട്ടുണ്ടെങ്കിൽ കുളിച്ചോ? അതാകുമ്പോൾ വിരിച്ചാൽ മതിയല്ലോ. ധ്രുവ് അലറിയാണ് ചോദിച്ചത്. നിവിക്ക് എന്ത് പറയണമെന്നറിയില്ല. ഡീം, അവൻ്റെ അലർച്ച കേട്ട് അവൾ ഞെട്ടി. അത് പിന്നെ ഞാൻ എന്തോ ഓർത്തറിയാതെ. ധ്രുവിൻ്റെ മുഖത്ത് അപ്പോഴും ദേഷ്യമായിരുന്നു. അവൻ തിരിഞ്ഞ് കബോർഡിൽ നിന്നും ടവലെടുത്തു. എന്നിട്ട് കബോർഡിൻ്റെ ഡോർ വലിച്ചടിച്ചു.
അതിൻ്റെ സൗണ്ട് കേട്ട് നിവി കണ്ണുകൾ ഇറങ്ങി അടിച്ചു. ധ്രുവ അവളുടെ തല നന്നായി തോർത്തി കൊടുത്തു. അപ്പോഴും അവളുടെ കണ്ണുനീർ തറയിൽ വീഴുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. തല തോർത്തിട്ട് അവൻ കബോർഡിൽ നിന്നും ഡ്രസ്സ് എടുത്തു കൊടുത്തു. അവൾ വിറയ്ക്കുന്ന കൈകളാൽ അത് വാങ്ങിച്ചു. 5 മിനിറ്റ്, അതിനു മുന്നേ തുണി മാറി ഇറങ്ങിക്കോണം, ധ്രുവ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. നിവി വേഗം വാഷ്റൂമിൽ പോയി തുണിയൊക്കെ മാറി ഇറങ്ങി വന്നു. ധ്രുവ കട്ടിലിരിക്കുകയായിരുന്നു. എന്തോ ഫയൽസ് നോക്കുകയാണ്. നിവി ബാൽക്കണിയിലേക്ക് നടന്നു. സമയം സന്ധ്യയാകുന്നു. ആകാശത്ത് ചുമന്ന നിറം പടർന്ന് കിടക്കുന്നു. സൂര്യനകത്തേക്ക് പോകാൻ സമയമാകുന്നു. വെളിച്ചമണയുന്നു. പക്ഷെ അപ്പോഴും ശീതക്കാറ്റ് വീശുന്നുണ്ട്. എന്തോ അന്തരീക്ഷം അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നി അവൾക്ക്. മറഞ്ഞു പോകുന്ന സൂര്യനെ തന്നെ അവൾ നോക്കി നിന്നു. ആലർച്ചയിൽ അവളൊന്ന് തിരിഞ്ഞു നോക്കി. കണ്ണുകൾ ചുവന്നു, കവളുകൾ ചുവന്നു, ചുണ്ടുകൾ ചുവന്നു. തുടുത്ത ചുണ്ടുകൾ കൂർപ്പിച്ച് അവൾ ധ്രുവിനെ നോക്കി. നിന്റെ ആരെങ്കിലും ചത്തോ? ധ്രുവ് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. അവൾ മുഖം കൂർപ്പിച്ച് പുറത്തേക്ക് നിന്നു. വീണ്ടും അവൻ്റെ അലർച്ച മുഴങ്ങി. ധ്രുവ് അന്തം വിട്ടു നിന്നു പോയി. നിവിയുടെ വായിൽ നിന്നാണ് ആ ശബ്ദം വന്നത്. നിവി മുഖം കൂർപ്പിച്ച് വീണ്ടും വിളിച്ചു. എപ്പോഴിങ്ങനെ ഡി എന്ന് വിളിച്ച് കീറണ്ട, എനിക്ക് ചെവി കേൾക്കാം. നിവിയുടെ ദേഷ്യത്തിലുള്ള സംസാരം കേട്ട് ധ്രുവ നമ്പരന്നു. കുറെ നാൾ കൊണ്ട് അലറാൻ തുടങ്ങിയതാ, മുഷിന് ചെവി അടിച്ച് പോകാൻ വേണ്ടി. നിവി അതും പറഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. ധ്രുവ ആദ്യം ഒന്ന് അന്താളിച്ചെങ്കിലും അവൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. നിവേദ, തനിക്ക് എന്താ പ്രശ്നം? താനെന്തിനെ കറിയുന്നേ? അവൻ അത് ചോദിച്ചപ്പോൾ അവളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. വീണ്ടും കണ്ണുനീർ പൊഴിഞ്ഞു. നിവേദ്യ, അവനൊരു ശാസന രൂപത്തിൽ വിളിച്ചു. നിവേദ അവൻ ഉറ്റുനോക്കി നിറ കണ്ണോടെ. എന്തിനെന്നോട് ദേഷ്യം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു? ചുവന്ന കലങ്ങിയ കണ്ണോട് അവൾ അത് ചോദിക്കുമ്പോൾ ധ്രുവിൻ്റെ മനസ്സിൽ എന്തോ കത്തി കുത്തിയിറക്കുന്നത് പോലെ. ധ്രുവ അവളുടെ ഇടുപ്പിൽ പിടിച്ചു അവനിലേക്ക് മുറുകെ ചേർത്തു. നിവിയാകി വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ ശ്വാസം ഉയർന്നു. യാന്ത്രികമായി അവൻ്റെ ഷർട്ടിൽ അവൾ മുറുകെ പിടിച്ചു. കണ്ണുകൾ ഇറക്കി അടച്ചു നിന്നു. അവനിലെ ശരീരത്തിലെ ചൂട് അവളെ പൊള്ളിക്കുന്നത് പോലെ തോന്നി. ധ്രുവ അവൻ്റെ നെറ്റി അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. നിവേദയുടെ മുഖത്ത് അവൻ്റെ ശ്വാസം മലഞ്ഞു നടന്നു. ആ ചൂട് ശ്വാസം പോലും അവൾക്ക് അസഹനീയമായി തോന്നി. നിവേദ്യ, ധ്രുവ വളരെ ആർദ്രമായി വിളിച്ചു. കണ്ണുകൾ ഇറക്കി അടച്ചു തന്നെ അവൾ മൂളി. നമ്മുടെ ഇടയിൽ എന്തിനാ മറ്റുള്ളവർ? അവൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ കണ്ണുകൾ തുറന്നു. അവൾ അവനെ നോക്കി. കണ്ണുകൾ നന്നായി പിടയുന്നുണ്ട്. നീ ഇപ്പം എൻ്റെ ഭാര്യയാണ്, നിവേദ്യ ധ്രുവദക്ഷ്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിവേദ്യയുടെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു. നീ എന്നിൽ നിൽക്കുമ്പോൾ നിന്നിൽ പഴയതൊന്നും അവശേഷിക്കാൻ പാടില്ല നിവേദ്യ. ഇപ്പോഴെന്തിനാണ് വെള്ള വസ്ത്രങ്ങളും സൂരജ് നേടിയ താലിയുമെല്ലാം സൂക്ഷിക്കുന്നത്? നിവിയുടെ മുഖം ഒരു നിമിഷം കൊണ്ട് വിളറിപ്പോയി. അവനൊന്ന് അവൾ പകച്ചു നോക്കി. അപ്പോഴും ധ്രുവ അവളുടെ മിഴികളിൽ തന്നെ നോക്കി നിന്നു. അത് പിന്നെ ഞാൻ അത് നിവേദ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിന്റെ മനസ്സിലെപ്പോഴും സൂരജും നിന്റെ ഭർത്താവാണെന്ന് തോന്നിയോ നിവേദ്യ? നിവി കണ്ണുകൾ ഇറക്കി അടച്ചു. അന്ന് ചായ്പിൽ നടന്നേക്കൊരു നിമിഷം അവളുടെ മനസ്സിലൂടെ പാഞ്ഞു. അവളുടെ കൈകൾ ധ്രുവിൻ്റെ ഷർട്ടിൽ മുറുകി. ധ്രുവ അവളുടെ മുഖം കൈയിലെടുത്തു. അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകളിൽ അവൻ വളരെ ആർദ്രമായി ചുംബിച്ചു. നീ ഒന്ന് ഓർക്കാൻ ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം, പിന്നെന്തിനാണ് സ്വയം അതൊക്കെ സൂക്ഷിച്ചുരുകുന്നത്? നിവി മൗനമായി തന്നെ നിന്നു. അത് ഉപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിക്കില്ല, പക്ഷെ അത് സൂക്ഷിക്കാൻ മാത്രം. അവൻ എന്ത് മാഹിനിയമാണ് നീ കാണുന്നതെന്ന് സ്വയം ഒന്ന് ഓർക്ക്. നിവി കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ധ്രുവ അവൾ അവളിൽ നിന്ന് അടർത്തി മാറ്റി. അവളെ നോക്കി പുഞ്ചിരിച്ച് തിരിഞ്ഞ് നടന്നു. വേഗം എന്തോ ഓർത്ത പോലെ അവൻ തിരിച്ചു വന്ന് അവളുടെ മുഖം കോരിയെടുത്തു. അവളുടെ കവളിലൊന്ന് അമർത്തി മുത്തി. നിവിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. കവളികളിൽ നിമിഷ നേരം കൊണ്ട് ചുവന്ന നിറം പടർന്നു. അവൾ ശ്വാസമെടുക്കാനാകാതെ അങ്ങനെ തന്നെ നിന്നു. ധ്രുവ പതുക്കെ അവളുടെ കവളിൽ നിന്ന് ചുണ്ടുകൾ അടർത്തി. നമ്മുടെ ഇടയിൽ മറ്റൊന്നുണ്ടാകരുത്, എനിക്കിഷ്ടമല്ല നിവേദ്യ. ഞാനും നീയും മാത്രം. പഴയ കഥകളിലെ ഒരു കുന്നിക്കുരു പോലും നമുക്കിടയിൽ വരുന്നത് എനിക്കിഷ്ടമല്ല. വളരെ ആർദ്രമായ ഒരുപാട് പ്രണയത്തോടെ ഒഴുകുന്ന വാക്കുകളിൽ ഒരു മായാജാല ലോകത്ത് നിൽക്കുന്ന പോലെ അവൾ കേട്ട് നിന്നു. ധ്രുവ തിരിഞ്ഞു നടന്നു. നിവി അവന് ഉമ്മ വെച്ച കവളിൽ അവളുടെ കൈകൾ കൊണ്ട് തലോടി. അവളുടെ ചുണ്ടിൽ നാണത്താൽ കലർന്ന ഒരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. ഹേ നിധി! ധ്രുവിൻ്റെ ശബ്ദം കേട്ട് അവൾ വേഗം അവൻ പോകുന്നിടത്തേക്ക് നോക്കി. പക്ഷേ ധ്രുവ തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അവിടെ നിന്നൊരു നോട്ടം പോലുമില്ല.
അവൻ വിളിച്ചെന്ന് തോന്നിയതാണെന്ന് മനസ്സിലായി. അവൾ നെറ്റിയിൽ യാന്ത്രികമായി അടിച്ചു.